എല്ലാ കുട്ടികളെയും +1 സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ എൻസൈംസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ എൻസൈംസ്, വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻസൈംസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ഡു എൻസൈംസ് ബ്രിങ് അബൌട്ട് ഹൈ റേറ്റ്സ് ഓഫ് റിയാക്ഷൻസ്. എങ്ങനെയാണ് എൻസൈംസ് രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്നത്? അതിനു മുമ്പ് വി നീഡ് ടു നോ എ ലിറ്റിൽ മോർ അബൌട്ട് എൻസൈംസ്. എൻസൈംസിന് കൃത്യമായ ചില പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട്. ഇവയെ ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയും എന്ന് നിങ്ങൾക്കറിയാം. എൻസൈംസ് ആക്ട് അപ്പോൺ സബ്സ്ട്രേറ്റ്സ്. If so, what are substrates? Substrates are chemicals that can be converted into a product. ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയുന്ന രാസവസ്തുക്കളെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. എൻസൈംസ് കൺവേർട്ട് എ സബ്സ്ട്രേറ്റ് ഇൻറ്റു പ്രോഡക്റ്റ്. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. എങ്ങനെയാണ് എൻസൈമുകൾ പ്രവർത്തിക്കുന്നത്? ധാരാളം മാതൃകകൾ എൻസൈം ആക്ഷൻ വിശദീകരിക്കാനായി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാതൃകയാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. എങ്ങനെയാണോ ഒരു താക്കോൽ ഒരു പൂട്ടിന് ചേരുന്നത്, സ്പെസിഫിക് കീ ഫിറ്റ്സ് എ സ്പെസിഫിക് ലോക്ക്. ഒരു പൂട്ടിന് ഒരു താക്കോൽ എന്ന പോലെ എൻസൈം എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. There are different steps for enzyme action. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. Substrate binds to the active site of enzyme. ആദ്യം അഭികാരകം എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നു. This induces some changes in enzymes so that the substrate is tightly bound with the active site of enzyme to form enzyme substrate complex. ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് വന്ന് ചേരുന്നതോടെ എൻസൈമിന് ചില മാറ്റങ്ങൾ വരികയും സബ്സ്ട്രേറ്റ് വളരെ ടൈറ്റായിട്ട് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുകയും ചെയ്യും. ദസ് an enzyme substrate complex is formed. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. In the next step, the active site breaks the chemical bonds of substrate to produce enzyme product complex. ഈ ആക്റ്റീവ് സൈറ്റിൽ ഇരിക്കുന്ന സബ്സ്ട്രേറ്റിൻ്റെ ബോൺസിനെ ബ്രേക്ക് ചെയ്യുകയും എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ എൻസൈം റിലീസസ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ ഫ്രീ എൻസൈം ഈസ് റെഡി ടു ബൈൻഡ് ടു അതർ മോളിക്യൂൾസ് ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഇങ്ങനെ രൂപപ്പെട്ട എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിൽ നിന്ന് പ്രോഡക്റ്റിനെ റിലീസ് ചെയ്തതിന് ശേഷം ഫ്രീ ആകുന്ന എൻസൈം അടുത്ത സബ്സ്ട്രേറ്റുമായി പ്രവർത്തിക്കുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസിയന്റ് ഫിനോമിനൻ ആണ്. സബ്സ്ട്രേറ്റ് മുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് വരെയുള്ള പ്രവർത്തനത്തിനിടയിൽ ധാരാളം ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് കാണാൻ പറ്റും. വെൻ സബ്സ്ട്രേറ്റ് ഇസ് ബൗണ്ട് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് an enzyme, a new structure of substrate called transition state structure is formed. എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ചേരുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുകയാണ്. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചറാണ്. വെൻ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് കംപ്ലീറ്റഡ്, ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും പുതിയ ബോണ്ട്സ് ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഈസ് റിലീസ് ഫ്രം ദ ആക്റ്റീവ് സൈറ്റ്. ആക്റ്റീവ് സൈറ്റിൽ നിന്ന്, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. That is, structure of substrate gets changed into structure of product. സബ്സ്ട്രേറ്റിൻ്റെ സ്ട്രക്ചർ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചറായി മാറുന്നു. ദാറ്റ് ഇസ്, സബ്സ്ട്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പ്രോഡക്റ്റ്. ദ പാത്വേ ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഗോ ത്രൂ ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ. സബ്സ്ട്രേറ്റിൽ നിന്ന് പ്രോഡക്റ്റ് വരെയുള്ള ഒരു പാത്വേ എന്ന് പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചറിലൂടെയാണ് കടന്നു പോകുന്നത്. ദാറ്റ് ഇസ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. There could be many more altered structures between the stable substrate and product. ഇതുപോലെ സബ്സ്ട്രേറ്റിനും പ്രോഡക്റ്റിനും ഇടയിൽ ധാരാളം ഓൾട്ടേർഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകാം. നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഗ്രാഫിൽ y axis represents potential energy content. ഗ്രാഫിൽ y ആക്സിസ് പ്രതിനിധീകരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്.
See, x-axis represents the progression of the structural transformations. X-axis-ൽ structural transformationsന്റെ progression ആണ് കാണിച്ചിരിക്കുന്നത്. Or the states through the transitional states. Substrate ഏതൊക്കെ transitional സ്റ്റേജിലൂടെയാണ് പ്രോഡക്റ്റ് ആകുന്നത് എന്നുള്ളതാണ് x-axis-ൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. You would notice two things. നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. The energy level difference between substrate and product. If the product is at lower energy level than the substrate, the reaction is an exothermic reaction. നോക്കൂ, പ്രോഡക്റ്റിൻ്റെ എനർജി ലെവല് സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലിനേക്കാൾ കുറവാണെങ്കിൽ അതൊരു താപമോചക പ്രവർത്തനമായിരിക്കും. ഇറ്റ് റിക്വയേഴ്സ് നോ എനർജി ബൈ ഹീറ്റിംഗ് ടു ഫോം ദ പ്രോഡക്റ്റ്. നമ്മൾ വീണ്ടും അതിന് കൂടുതൽ എനർജി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവൽ പ്രോഡക്റ്റിൻ്റെ എനർജി ലെവലിനേക്കാൾ കൂടുതലാണ്. ഇൻ എൻഡോതെർമിക് റിയാക്ഷൻ ദ സബ്സ്ട്രേറ്റ് ഹാസ് ടു ഗോ ടു എ ഹയർ ലെവൽ. എൻഡോതെർമിക് റിയാക്ഷനിൽ എനർജി ലെവൽ സബ്സ്ട്രേറ്റിൻ്റേത് പ്രോഡക്റ്റിനേക്കാൾ കുറവായിരിക്കും. ആ സമയത്ത് സബ്സ്ട്രേറ്റ് ഹാസ് ടു ഗോ ടു എ ഹയർ എനർജി ലെവൽ. സബ്സ്ട്രേറ്റിന് ഉയർന്ന ഊർജ്ജ നിലയിൽ എത്തിച്ചേരേണ്ടതുണ്ട് ടു സ്റ്റാർട്ട് ദ റിയാക്ഷൻ. ഒരു പ്രവർത്തനം, രാസപ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷനിൽ സബ്സ്ട്രേറ്റിന് ഉയർന്ന ഊർജ്ജ നില പ്രാപിക്കേണ്ടതുണ്ട്. ഈ ഉയർന്ന ഊർജ്ജ നിലയെ ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ആക്ടിവേഷൻ എനർജി ഈസ് ദ അഡീഷണൽ എനർജി റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ ആരംഭിക്കാൻ ആവശ്യമുള്ള ഉയർന്ന ഊർജ്ജത്തെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഇൻ എൻ എക്സോതെർമിക് ഓർ എൻഡോതെർമിക് റിയാക്ഷൻ ദ സബ്സ്ട്രേറ്റ് മസ്റ്റ് ഗോ ത്രൂ എ മച്ച് ഹയർ എനർജി സ്റ്റേറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി. എക്സോതെർമിക് ആണെങ്കിലും എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും സബ്സ്ട്രേറ്റിന് ഉയർന്ന ഊർജ്ജ നിലയിൽ തുടരേണ്ടതുണ്ട്. ഈ നിലയെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി എന്നാണ് പറയുന്നത്. The activation energy is the difference between average energy of the substrate and transition state energy. സബ്സ്ട്രേറ്റിൻ്റെ ആവറേജ് എനർജിയും ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. This activation energy is required to start a chemical reaction. In a biochemical reaction, enzymes lower the activation energy. There are many factors that affects enzymatic activity. എൻസൈമുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ ആൻഡ് pH, കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. ഇവ ഓരോന്നും എങ്ങനെയാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നത് നോക്കാം. ടെമ്പറേച്ചർ ആൻഡ് pH. എൻസൈംസ് ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് pH. എൻസൈമുകൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് ഓപ്റ്റിമം ടെമ്പറേച്ചറിലും pHലുമാണ്. ഒരു നിശ്ചിത അളവ് താപനിലയിലും pHലുമാണ് കൃത്യമായി പ്രവർത്തിക്കാൻ എൻസൈമുകൾക്ക് കഴിയുന്നത്. എൻസൈമുകൾ പ്രോട്ടീനുകളാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ അറ്റ് ഹൈ ടെമ്പറേച്ചർ എൻസൈംസ് ഡിസ്ട്രോയ്. വളരെ ഉയർന്ന താപനിലയിൽ എൻസൈമുകൾ ഡീനേച്ചർ ചെയ്തു പോകും. ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബിലോ ആൻഡ് എബവ് ദ ഓപ്റ്റിമം വാല്യൂ. ഓപ്റ്റിമം വാല്യൂവിന് മുകളിലും താഴെയും എൻസൈമിൻ്റെ ആക്ടിവിറ്റി നിരക്ക് കുറവായിരിക്കും. അറ്റ് ലോ ടെമ്പറേച്ചർ എൻസൈം ടെമ്പററിലി ബിക്കം ഇനാക്റ്റീവ്. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ എൻസൈം താൽക്കാലികമായി നിഷ്ക്രിയമായി തീരും. ഓപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ എൻസൈമുകൾ വീണ്ടും അവയുടെ സക്രിയ ശേഷി വീണ്ടെടുക്കുകയും ചെയ്യും. The second factor that influences enzymatic activity is concentration of substrate. As substrate concentration increases, the velocity of enzyme action rises. സബ്സ്ട്രേറ്റിൻ്റെ ഗാഢത കൂടുന്നതിനനുസരിച്ച് എൻസൈമിൻ്റെ പ്രവർത്തന വേഗത കൂടും. ഇത് ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ. When it reaches a maximum velocity, then further increase of substrate will not affect the speed of the reaction. Maximum velocity എത്തുന്നത് വരെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കും. മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം ഫർദർ അഡീഷൻ, വീണ്ടും നമ്മൾ അഭികാരകങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് എൻസൈമാറ്റിക് ആക്ടിവിറ്റി വ്യത്യാസപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിരക്കിന് വേഗത കൂടുന്നില്ല.
This is because enzyme molecules are fewer than the number of substrate molecules. എൻസൈം മോളിക്യൂൾസിന്റെ എണ്ണം സബ്സ്ട്രേറ്റ് മോളിക്യൂളുകളുടെ എണ്ണത്തേക്കാൾ കുറവായി പോകും. വീണ്ടും വീണ്ടും സബ്സ്ട്രേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഇത്രയും സബ്സ്ട്രേറ്റ്സുമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടത്ര നമ്പർ ഓഫ് എൻസൈം മോളിക്യൂൾസ് ഉണ്ടാകാതെയാകും. ഓൾറെഡി ഉള്ള എൻസൈം മോളിക്യൂൾസ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസുമായിട്ട് ചേർന്നിരിക്കുകയാണ്. സോ ഫർദർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഹാസ് നോ ഇഫക്റ്റ് ഇൻ ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ. നെക്സ്റ്റ് ഫാക്ടർ, presence of inhibitor. What are inhibitors? എന്താണ് രോധകങ്ങൾ? Inhibitors are specific chemicals that shuts off the enzymatic activity. എൻസൈം പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന, രോധിക്കുന്ന പ്രത്യേക കെമിക്കലുകളെയാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. എൻസൈമുകളുടെ ആക്റ്റീവ് സൈറ്റിൽ ഇൻഹിബിറ്റേഴ്സ് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ എൻസൈം ആക്ടിവിറ്റി സ്വിച്ച് ഓഫ് ആയി പോകുന്ന അവസ്ഥയാണ്. ദിസ് ഈസ് കോൾഡ് ഇൻഹിബിഷൻ. ദ ബൈൻഡിങ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് വിത്ത് ദ എൻസൈംസ് ആൻഡ് സ്വിച്ചിങ് ഓഫ് ദ എൻസൈം ആക്ടിവിറ്റി ഈസ് കോൾഡ് ഇൻഹിബിഷൻ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? സംടൈംസ് ഇൻഹിബിറ്റർ ഷോ ക്ലോസ് റിസംബ്ലൻസ് വിത്ത് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. ഇത്തരം ഇൻഹിബിറ്റേഴ്സ് ചില സമയങ്ങളിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായി ഘടനാപരമായി അടുത്ത സാമ്യം കാണിക്കും. ഇത്തരത്തിലുള്ള ഇൻഹിബിറ്റേഴ്സിനെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ബിക്കോസ് ദീസ് ഇൻഹിബിറ്റേഴ്സ് കോമ്പീറ്റ് വിത്ത് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. രണ്ടിനും സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ കോമ്പീറ്റ് ചെയ്യാണ്. യഥാർത്ഥ സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് ഇൻഹിബിറ്റർ കോമ്പീറ്റ് ചെയ്യുന്നു. ഇറ്റ് കോമ്പീറ്റ്സ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ ബൈൻഡിങ് സൈറ്റ്സ് ഓഫ് ദ എൻസൈം. എൻസൈമിന്റെ ബൈൻഡിങ് സൈറ്റിന് വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. As a result, the substrate cannot occupy the active site of enzyme. Structural similarity ഉള്ള ഇൻഹിബിറ്റർ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിനെ ഒക്യുപ്പൈ ചെയ്യുന്നത് വഴി സബ്സ്ട്രേറ്റിന് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. എങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നടക്കുന്നത്? ഒരു ഉദാഹരണത്തിൽ നമുക്ക് കാണാം. ഇറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ്, ചിത്രീകരിച്ചിട്ടുണ്ട്. malonate is an inhibitor which is very similar to the substrate succinate. Succinate എന്ന ഒരു സബ്സ്ട്രേറ്റുമായി വളരെ സാമ്യം കാണിക്കുന്ന ഒരു കെമിക്കലാണ് മെലോണേറ്റ്. മെലോണേറ്റ് ഇൻഹിബിറ്റ്സ് ദ എൻസൈം സക്സീനിക് ഡീഹൈഡ്രോജീനേസ്. സക്സീനിക് ഡീഹൈഡ്രോജീനേസ് എന്ന എൻസൈം സക്സിനേറ്റ് എന്ന സബ്സ്ട്രേറ്റിലാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ മെലോണേറ്റ് ഷോ close similarity with succinate and it occupies the active site of succinic dehydrogenase. ഇവിടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് നടക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, സക്സിനേറ്റ് ഒക്കുപ്പൈ ചെയ്യേണ്ട സ്ഥലത്ത് മെലോണേറ്റ് ബൈൻഡ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് സക്സിനേറ്റിന് സക്സിനിക് ഡീഹൈഡ്രോജീനേസുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. എന്തിനാണ് ഈ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? Competitive inhibitors are used to control bacterial pathogens. ബാക്ടീരിയൽ പാത്തോജൻസിനെ നിയന്ത്രിക്കാനായി കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിനെ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് എൻസൈംസിനെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെ ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഇവയെക്കുറിച്ച് കൂടുതലായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ എൻസൈംസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? These enzymes have been classified into different groups based on the type of reactions they catalyze. ഇവ ത്വരിതപ്പെടുത്തുന്ന രാസപ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് എൻസൈമുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എൻസൈംസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 6 classes. നമുക്ക് 6 ക്ലാസുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ക്ലാസ് 1 ഓക്സിഡോ റിഡക്ടേസസ് ഓർ ഡീഹൈഡ്രോജീനേസസ്, 2 transferases, 3 hydrolases, 4 liases, 5 isomerases, 6 ligases. Now we will discuss each class in detail. Oxidoreductases or dehydrogenases. Oxidoreductases അല്ലെങ്കിൽ dehydrogenases എന്ന് പറയുന്ന enzymes catalyze oxido-reduction reaction between 2 substrates. 2 സബ്സ്ട്രേറ്റ്സ് തമ്മിലുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഓക്സിഡോറിഡക്ടേസസ്. ദ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ്
Transferases. Transferases catalyze the transfer of a group other than hydrogen. ഹൈഡ്രജൻ ഒഴികെയുള്ള മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ പ്രക്രിയയെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ്ഫറേസസ്. ഹൈഡ്രജൻ ആറ്റം ഒഴികെ മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫറിന് സഹായിക്കുന്നവയാണ് ട്രാൻസ്ഫറേസസ്. ഹൈഡ്രോലേസസ് catalyze hydrolysis of ester, ether, peptide, glycosidic, C halide, PN bonds. പല ബോൺസിനെ ഈതർ ബോണ്ട്, എസ്റ്റർ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് തുടങ്ങിയവയുടെ ഹൈഡ്രോലിസിസിന് സഹായിക്കുന്ന ഹൈഡ്രോലിസിസിനെ കറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് ഹൈഡ്രോലേസസ് എന്ന് പറയുന്നത്. ലയേസസ് ആർ എ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ദാറ്റ് കറ്റലൈസ് the removal of groups by mechanisms other than hydrolysis, leaving double bonds. ഹൈഡ്രോളിസിസ് അല്ലാതെ മറ്റ് രീതിയിൽ ചില ഗ്രൂപ്പുകളെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് നീക്കുന്ന പ്രവർത്തനങ്ങളെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് ലയേസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ നീക്കുമ്പോൾ ഡബിൾ ബോൺസ് അവശേഷിക്കും. ദ ഫിഫ്ത്ത് ക്ലാസ് ഓഫ് എൻസൈംസ് is isomerases. Isomerases catalyze interconversion of optical, geometric or positional isomers. ഐസോമറുകൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഐസോമറുകളെ ജിയോമെട്രിക്കിനെ പൊസിഷണൽ ഐസോമറായിട്ട് ഒക്കെ മാറ്റുന്ന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന എൻസൈമുകളാണ് ഐസോമറേസസ്. The last group, ligases. Ligases catalyzes the linking of two compounds together. ഏതെങ്കിലും രണ്ട് കോമ്പൗണ്ട്സിനെ ഒരുമിച്ച് ചേർക്കാൻ, ജോയിൻ ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകളെയാണ് ലിഗേസസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് എൻസൈംസ് ദാറ്റ് catalyzes joining of bonds like carbon with oxygen, carbon with sulfur, carbon with nitrogen, phosphorus with oxygen, etc. ഇപ്പോൾ ലിഗേസസ്, സാധാരണയായിട്ട് ലിഗേസസിനെ മോളിക്യുലാർ ഗ്ലൂസ് എന്ന് പറയാറുണ്ട്. ജനിതക പശ എന്നൊരു പേര് കൂടി ലിഗേസിനുണ്ട്. കാരണം ഇറ്റ് ഹെൽപ്സ് ടു ലിങ്ക് ടു കോമ്പൗണ്ട്സ് ടുഗെദർ. 6 ക്ലാസ്സുകളെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് കാര്യം കൂടി എൻസൈമുകളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. എൻസൈമിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. എൻസൈംസ് have 2 parts, namely a protein part and a non-protein part. Protein part of the enzyme is called apoenzyme and non-protein part of the enzyme is called cofactor. ഇപ്പോൾ എൻസൈമുകൾക്ക് 2 ഭാഗങ്ങളാണ്, ഒരു പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും. പ്രോട്ടീൻ പാർട്ടിനെ എപ്പോഎൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോഫാക്ടർ എന്ന് പറയും. ഇപ്പോൾ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Cofactors are non-protein constituents bound to the enzymes to make the enzyme catalytically active. എൻസൈമുകളുടെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താൻ സഹായിക്കുന്നത് കോഫാക്ടേഴ്സ് ആണ്. They are non-protein constituents. The protein part is called apoenzyme. Non-protein പാർട്ടിനെയാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. കോഫാക്ടറുകൾ പലതരത്തിലുണ്ട്. കോഫാക്ടർ may be a prosthetic group or coenzyme or metal ions. Prosthetic group എന്താണ്? Prosthetic group is an organic compound. Prosthetic group tightly attaches with the apoenzyme. Prosthetic group വളരെ ടൈറ്റായിട്ട് പ്രോട്ടീൻ പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹീം ഇൻ പെറോക്സിഡേസ് ആൻഡ് കറ്റലേസ്. പെറോക്സിഡേസ്, കറ്റലേസ് എന്നീ എൻസൈമുകളിലെ ഹീം പാർട്ട് കോഫാക്ടറിന് ഒരു എക്സാമ്പിളാണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പിന് ഒരു എക്സാമ്പിളാണ്. എന്താണ് പെറോക്സിഡേസും കാറ്റലേസും ചെയ്യുന്നത്? ദേ കറ്റലൈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻറ്റു വാട്ടർ ആൻഡ് ഓക്സിജൻ. അപ്പോൾ പെറോക്സിഡേസിലെയും കാറ്റലേസിലെയും ഹീം എന്ന് പറയുന്ന കോഫാക്ടർ ഇറ്റ്സ് എ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. കോഫാക്ടർ മേ ബി എ കോഎൻസൈം. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് പോലെ തന്നെ കോഎൻസൈമും ആകാം. കോഎൻസൈംസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് പോലെ കോഎൻസൈമുകളും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്.
ഒരു വ്യത്യാസം ട്രാൻസിയൻറ്റ് ബൈൻഡിങ് വിത്ത് ദ എൻസൈം. പ്രോട്ടീൻ പാർട്ടുമായിട്ട് ട്രാൻസിയൻറ്റ് ബൈൻഡിങ് ആണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ടൈറ്റ് ആയിട്ടാണ് എപ്പോ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. വൈൽ കോ എൻസൈംസ് ബൈൻഡ് വിത്ത് ദ പ്രോട്ടീൻ പാർട്ട് ഓർ എപ്പോ എൻസൈം in a loose manner. Coenzymes like NAD and NADP contain some vitamins. For example, NAD and NADP contain niacin. ഇപ്പോൾ സാധാരണയായിട്ട് കോഎൻസൈമുകൾക്കകത്ത് വൈറ്റമിൻസ് അടങ്ങിയിരിക്കും. NADയിലും NADPയിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ നിയാസിനാണ്. Now another cofactor is a metal ion. പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോഎൻസൈമും പോലെ തന്നെ മെറ്റൽ അയോൺസും കോഫാക്ടറായി പ്രവർത്തിക്കാം. A number of enzymes require metal ions for their activity. പല എൻസൈമുകൾക്കും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ മെറ്റൽ അയോൺസിൻ്റെ ആവശ്യമുണ്ട്. They form coordination bonds with side chain at active site and one or more coordination bonds with the substrate. ഇവ ആക്റ്റീവ് സൈറ്റിൻ്റെ സൈഡ് ചെയിൻസുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് വഴി ബന്ധപ്പെട്ടിരിക്കും. കൂടാതെ സബ്സ്ട്രേറ്റുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് വഴിയും ബന്ധപ്പെട്ടിരിക്കും. An example for metal ions is zinc. Zinc is a cofactor in carboxypeptidases. Carboxypeptidases എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഒരു കോമ്പണൻറ്റ് സിങ്ക് ആണ്. സിങ്ക് ഇസ് എ മെറ്റൽ അയോൺ. സോ കോഫാക്ടറുകൾ എന്താണെന്ന് നമുക്കറിയാം. എൻസൈമിന് രണ്ട് ഭാഗങ്ങളുണ്ട്, എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. Protein part is called apoenzyme. Non-protein part is cofactor. Cofactor may be a prosthetic group, a coenzyme or a metal ion. എന്താണ് ഈ കോഫാക്ടറിൻ്റെ പ്രത്യേകത? കോഫാക്ടറിനെ, ദാറ്റ് ഇസ് നോൺ പ്രോട്ടീൻ പാർട്ടിനെ എൻസൈമിൽ നിന്ന് നീക്കം ചെയ്താൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഈസ് ലോസ്റ്റ്. കോഫാക്ടറുകളെ എൻസൈമിൽ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ എൻസൈമുകൾ അതോടെ നിഷ്ക്രിയമാവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ടെസ്റ്റിഫൈസ് that cofactors play a very crucial role in catalytic activity of the enzyme. എൻസൈമുകളുടെ പ്രവർത്തനശേഷി നിലനിർത്തുന്നതിൽ കോഫാക്ടറുകൾ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണിത്. കോഫാക്ടറുകളെ എൻസൈമിൽ നിന്ന് നീക്കം ചെയ്താൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഇസ് ലോസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻസൈമുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ, എൻസൈമിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് വിത്ത് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം, ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ്, ദെൻ the breaking and making of bonds and the production of products or the conversion of substrate into products, finally the release of products from the enzyme and the free enzyme attaches with another substrate. ഈ ഘട്ടങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആക്ടിവേഷൻ എനർജിയെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് പരിചയപ്പെട്ടു. ഒരു രാസപ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ അഡീഷണൽ എനർജി ലെവലിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഇൻ എക്സോതെർമിക് റിയാക്ഷനിൽ ദ പ്രോഡക്റ്റിൻ്റെ എനർജി ലെവൽ ഇസ് ലോവർ ദാൻ ദ സബ്സ്ട്രേറ്റ് എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയേഴ്സ് നോ എനർജി ടു ഫോം ദ പ്രോഡക്റ്റ്. ഇൻ എൻഡോതെർമിക് റിയാക്ഷനിൽ ദ സബ്സ്ട്രേറ്റ് ഹാസ് ടു ഗോ ടു ഹയർ എനർജി ലെവൽ ടു സ്റ്റാർട്ട് ദ റിയാക്ഷൻ. അതിനെ തുടർന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, temperature and pH, concentration of the substrate, presence of inhibitor. ഇവ ഓരോന്നും എങ്ങനെയാണ് എൻസൈമിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നതെന്ന് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നൗ ക്ലാസിഫിക്കേഷൻ ആൻഡ് നൊമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്, എൻസൈമുകളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എൻസൈംസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് റിയാക്ഷൻസ് ദേ കാറ്റലൈസ്. അവ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദ മേജർ ക്ലാസസ് oxidoreductases or dehydrogenases, transferases, hydrolases, liases, isomerases and ligases. ഇങ്ങനെ 6 ക്ലാസ്സുകളിലായിട്ട് എൻസൈമുകളെ വർഗീകരിച്ചിട്ടുണ്ട്. എൻസൈമിൻ്റെ ഘടന എന്താണ്? എൻസൈംസിന്
പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് എ കോഎൻസൈം ആൻഡ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് കോഫാക്ടർ. Cofactor may be a prosthetic group, a coenzyme or metal ions. The significance of cofactor: if a cofactor is removed from an enzyme, catalytic activity is lost. So from this we understood the role of cofactor in maintaining the catalytic activity of the enzyme. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി ആവർത്തിച്ച് പഠിക്കുക. തുടർന്ന് ഒരു ചെറിയ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് നൽകുകയാണ്. അത് പൂർത്തീകരിച്ച് നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക. പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് എൻസൈംസ്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച് ഗ്രൂപ്പ്. ഇതോടെ നമ്മൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.